ചില ദൈവവചനത്തിൻ്റെ സത്യങ്ങളുണ്ട്. അതായത് റൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി അഥവാ റൂത്തിൻ്റെ പുസ്തകത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്ന സംഗതികൾ ഒട്ടുമിക്കർക്കും സുപരിചിതമായ ഒരു സംഗതികളാണ്. എന്നാൽ റൂത്തിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അതിനകത്ത് 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളിൽ റൂത്തിൻ്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് റൂത്തിൻ്റെ പുസ്തകത്തിന് കൊടുക്കുന്നതായ അല്ലെങ്കിൽ ഈ പുസ്തകത്തിന് കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ഒരു യഹൂദ ഫാമിലി അവർ ബേത്ലഹേം വിട്ട് മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കുവാൻ പോയ ആ യഹൂദ ഫാമിലിയിലുണ്ടായ ഒരു തകർച്ചയുടെ കഥയാണ് പ്രൈസലോ പ്രധാനമായിട്ടും റൂത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ബേത്ലഹേമിൽ നിന്ന് മോവാബ് ദേശത്തിലേക്ക് പരദേശിയായി പാർക്കുവാൻ പോയതായ ഒരു ജൂത കുടുംബത്തിലുണ്ടാകുന്ന തകർച്ചയും, എന്നാൽ അതിലുപരി ജാതീയ സ്ത്രീയായിരിക്കുന്ന രൂത്തിന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതും, അങ്ങനെ തകർച്ച അനുഭവിച്ചതായ ആ യഹൂദ കുടുംബത്തിൽ ദൈവം പ്രത്യാശയ്ക്ക് വഴി നൽകുന്നതുമായ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതായ പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം. റൂത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് ഇന്ന് പകൽക്കാലം റൂത്തിൻ്റെ പുസ്തകത്തിലുള്ളതായ നാം കാണുന്ന 5 തീരുമാനങ്ങളെ, വ്യത്യസ്തമായ 5 വ്യക്തികൾ ദൈവസന്നിധിയിൽ എടുത്തതായ തീരുമാനങ്ങളെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 1-ാമത്തെ തീരുമാനം നാം കാണുന്നത് അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാനായിട്ട് പോയി. ആദ്യമായിട്ട് നാം കാണുന്നതായ ഒരു തീരുമാനം, the very first decision we are seeing in this book, റൂത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്ന ആദ്യത്തെ തീരുമാനം എടുത്തത് എലിമലേക്കാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എലിമലേക്കിൻ്റെ തീരുമാനമാണ് 1-ാമത്തെ തീരുമാനം. എലിമലേക്ക് തീരുമാനം എടുക്കുവാനുള്ളതായ ഒരു കാരണം ഇതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്നതായ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കുവാൻ പോകേണ്ടതിനായി എലിമലേക്കും തൻ്റെ കുടുംബവും ഒരു തീരുമാനമെടുത്ത് അവർ മോവാബ് ദേശത്തേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നു. 1-ാമത്തെ തീരുമാനം എലിമലേക്കിന് എടുത്തതായ തീരുമാനം, അതായത് കുടുംബത്തിൻ്റെ നാഥനായിരിക്കുന്ന എലിമലേക്കിനാൽ എടുക്കപ്പെട്ടതായ തീരുമാനം. ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ആ ദേശത്തിലെ ക്ഷാമം നിമിത്തം മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കുവാനായിട്ട് പോയി. എലിമലേക്കെടുത്ത തീരുമാനത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കണമെങ്കിൽ റൂത്തിൻ്റെ പുസ്തകം എഴുതിയ കാലഘട്ടത്തെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്. 1-ാമത്തെ വാക്യത്തിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത്, ജഡ്ജസ് ന്യായാധിപന്മാർ ഇസ്രയേലിനെ ഭരിച്ചുകൊണ്ടിരുന്നതായ കാലഘട്ടത്താണ് ദേശത്ത് ക്ഷാമമുണ്ടാകുന്നത്. ഈ ക്ഷാമം എത്ര കാലം നീണ്ടു നിന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഈ ക്ഷാമം ഒരുപക്ഷെ ദൈവത്തിൻ്റെ ന്യായവിധിയാണോ എന്നും നമുക്ക് അത്രയ്ക്ക് ഊന്നി പറയുവാനായിട്ട് കഴിയത്തില്ല. വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ
പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയതായ ദൈവജനത്തെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം പ്രകൃതി ദുരന്തങ്ങൾ അയച്ച്, അഥവാ ക്ഷാമം, ഭൂകമ്പം, അതുപോലുള്ളതായ വസ്തുതകൾ അയച്ച് ദൈവജനത്തെ മടക്കി കൊണ്ടുവരുന്നതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായതായിട്ട് രൂത്തിന്റെ പുസ്തകം രേഖപ്പെടുത്തുമ്പോൾ, ആ ക്ഷാമം നിമിത്തം മോവാബ് ദേശത്തേക്ക് പോകുവാനായിട്ട് എലിമലേക്ക് എടുക്കുന്നതായ തീരുമാനത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തുന്ന കാലത്ത് ഇസ്രയേൽ ജനത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായി ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 25 വാക്യം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ആ കാലത്ത് ഇസ്രയേൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഇസ്രയേലിൽ ഒരു രാജാവില്ലായിരുന്നു. ജനം എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ബോധിച്ചതുപോലുള്ളതായ തീരുമാനങ്ങൾ എടുത്ത് അവർ ജീവിച്ചിരുന്നതായ ഒരു കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ കാലഘട്ടം എന്ന് കാണുവാൻ കഴിയുന്നു. ഇവിടെ നോക്കണമേ, എലിമലേക്ക് എന്ന് പറയുന്നതായ ഈ മനുഷ്യനും കുടുംബവും ബേതലഹേം എന്ന് പറയുന്നതായ അവരുടെ സ്വന്തം പട്ടണം വിട്ട് മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കുവാനായിട്ട് പോകുന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ, ഒരുപക്ഷെ അവനെ ആ തീരുമാനത്തിലേക്ക് നയിച്ചത് ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായം അതിൻ്റെ 25 വാക്യം പറയുന്നത് പോലെ, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു, അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടപ്രകാരം അവർ തീരുമാനങ്ങളെ എടുക്കുന്നതിന് അത് കാരണമായി തീർന്നു. അങ്ങനെ ഒരു സാത്താന്യ തന്ത്രം ആ കാലഘട്ടങ്ങളിൽ ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിനു വേണ്ടി പിശാച് ഉപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിനകത്ത് വീണുപോയ ഒരു മനുഷ്യനാണ് എലിമലേക്ക്. ദൈവം ക്ഷാമം ദേശത്തയച്ചപ്പോൾ ആ ദൈവത്തോട് ആലോചന ചോദിക്കാതെ മോവാബിന്റെ പച്ചിപ്പന്ത് അന്വേഷിച്ച് മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കുവാനായിട്ട് പോയി. പ്രവചന പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ മോവാബ് ദേശത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് അത് വളരെ ഫലഭൂഷ്ടമായിരുന്നതായ ഒരു പ്രദേശമായിരുന്നു മോവാബ്. ആ മോവാബിലേക്ക് കടന്നു പോകുവാൻ എലിമലേക്ക് എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ്. എലിമലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയുന്നത് ഇപ്രകാരമാണ്. എലിമലേക്ക് എന്ന് പറഞ്ഞാൽ the Lord is my king, ദൈവം എൻ്റെ രാജാവാകുന്നു എന്നുള്ളതാണ്. മൈ ഗോഡ് ഈസ് കിങ് എന്ന പേര് ഉള്ളവനായിരിക്കുന്ന എലിമലേക്ക് ഇതാ തൻ്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ, പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കുവാൻ പോകുന്നു. യൂത്തിന്റെ പുസ്തകത്തിൽ നാം ഒന്നാമത് കാണുന്ന തീരുമാനം എലിമലേക്കിനാൽ എടുക്കപ്പെട്ട തീരുമാനമാണ്. അത് എടുക്കുവാൻ അവനുണ്ടായ കാരണമെന്ന് പറയുന്നത് ദേശത്ത് ഉണ്ടായ ക്ഷാമമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ദേശത്ത് ക്ഷാമം കടന്നു വന്നപ്പോൾ ദേശത്ത് തനിക്ക് ക്ഷാമം കാരണം നിൽക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവൻ മോവാബ് ദേശത്തേക്ക് പരദേശിയായി പോകുവാനായിട്ട് തീരുമാനമെടുത്തതായ എലിമലേക്കിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരുപക്ഷെ അവന്റെ തീരുമാനത്തെ നമുക്ക് കുറ്റം പറയുവാനായിട്ട് കഴിയത്തില്ല. ദേശത്ത് ക്ഷാമം കടന്നു വന്നപ്പോൾ തൻ്റെ കുടുംബത്തെ പറ്റിയും തൻ്റെ തലമുറകളെ പറ്റിയും ചിന്തിച്ച് തീരുമാനമെടുത്തതായ ഒരു വ്യക്തിയെ, ആ വ്യക്തി ഒരുപക്ഷെ നമുക്ക് കുറ്റം പറയുവാനായിട്ട് കഴിയത്തില്ല. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ടതായ ആശയം കിടക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ഭവനമായിരിക്കുന്ന, അപ്പത്തിൻ്റെ ഭവനമായിരിക്കുന്ന, ദൈവത്തിൻ്റെ പട്ടണമായിരിക്കുന്ന
ബേദലഹേം ഉപേക്ഷിച്ച് മോവാബ് ദേശത്തേക്ക് പാർക്കുവാൻ പോകുന്നതായ എലിമലേക്കിനെയാണ് നാം കാണുന്നത്. അവന്റെ പേരിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. അവന്റെ പേരിന്റെ അർത്ഥം ഇപ്രകാരമാണ്: മൈ ഗോഡ് ഈസ് കിങ്, ദൈവം എന്റെ രാജാവ് എന്ന് പറഞ്ഞവൻ. പ്രൈസ് ദി ലോർഡ്. എൽ എന്ന് പറയുന്നത് അത് ദൈവത്തെ കാണിക്കുന്നതാണ്. മെലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജാവിനെ കാണിക്കുന്നതാണ്. ഇതുകൊണ്ട് എൽ ഫോർ ഗോഡ് ആൻഡ് മെലേക്ക് ഈസ് എ കിങ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്റെ രാജാവ് എന്ന പേരുള്ളവൻ ഇതാ മോവാബ് ദേശത്തേക്ക് കടന്നു പോകുവാൻ അവൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ റൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന ഒന്നാമത്തെ തീരുമാനം അത് ഈസ് ടേക്കൺ ബൈ എലിമലേക്ക്. എലിമലേക്കിനാൽ എടുക്കപ്പെട്ട തീരുമാനമാണ്. രണ്ടാമത് ഈ പുസ്തകത്തിൽ നാം കാണുന്ന തീരുമാനം എന്ന് പറയുന്നത് നവോമി എടുക്കുന്നതായ തീരുമാനമാണ്. 1-ാം അധ്യായത്തിൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ അവൾ എടുക്കുന്നതായ തീരുമാനം. ഒന്ന്, തൻ്റെ ഭർത്താവായിരിക്കുന്ന എലിമലേക്കിനാൽ മോവാബ് ദേശത്തേക്ക് പോകുവാൻ എടുക്കുന്നതായ തീരുമാനം. ആ തീരുമാനത്തിൽ നവോമിയും ഇൻക്ലൂഡാണ്. എന്നാൽ ഇവിടെ സെക്കൻഡ് ഡിസിഷൻ നാം കാണുന്നത് നവോമി എടുക്കുന്ന തീരുമാനമാണ്. നവോമി എടുക്കുന്ന തീരുമാനം അവിടെ എന്താണ് ഇപ്രകാരം പറയുന്നത്: യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോരുവാനായിട്ട് എടുക്കുന്ന തീരുമാനം. നോക്കണമേ, അവൾ മടങ്ങിപ്പോരുവാൻ തീരുമാനം എടുക്കുന്നതിന് അവൾക്കൊരു റീസൺ ഉണ്ട്. ആ തീരുമാനത്തിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഇസ്രയേലിൽ ക്ഷാമം മാറിയിട്ട് ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് വേണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ആഹാരം കൊടുത്തു എന്ന് അവൾ കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ ഒരു തീരുമാനമെടുത്തു. പ്രൈസ് ദി ലോർഡ്. അവൾ ഇസ്രയേൽ വിട്ട് മോവാബിലേക്ക് പോകുവാൻ ഒരു തീരുമാനമുണ്ടായിരുന്നു. അതേ നവോമിക്ക് മോവാബ് വിട്ട് ഇസ്രയേലിലേക്ക് മടങ്ങി വരുവാനും ഒരു തീരുമാനമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളെ ദൈവത്തിന് കൊടുക്കാതെ, നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിന് നാം പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ എന്താ, പലപ്പോഴും അത് ദൈവസന്നിധിയിൽ തെറ്റായി തീരുവാനായിട്ട് ഇടയുണ്ട്. എന്നാൽ ഇവിടെ കണ്ടോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അങ്ങനെ എലിമലേക്ക് തീരുമാനമെടുത്ത് മോവാബ് ദേശത്തേക്ക് പോയി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ആ യഹൂദ കുടുംബത്തിലുണ്ടായ തകർച്ച അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ തകർച്ച ഇപ്രകാരമാണ് പറയുന്നത്: കുറെ കാലം കഴിഞ്ഞപ്പോൾ എലിമലേക്ക് മരിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ തൻ്റെ മക്കൾ മരിച്ചു. അതിനുശേഷം ഇവളും 2 മരുമക്കളും മാത്രമായിട്ട് അവശേഷിക്കുന്നതായ അവസ്ഥ. ഒരു ഗ്രേറ്റ് tragedy we can see in this portion. Praise the Lord. ഒരു വലിയ തകർച്ചയുടെ കഥയാണ് ഇത് പറഞ്ഞ് ആരംഭിക്കുന്നത്. Praise the Lord. ഒരുവന്റെ തീരുമാനത്തെ എടുത്ത് അവൻ ബേദലഹേം വിട്ട് മോവാബ് ദേശത്തിലേക്ക് യാത്രയായപ്പോൾ ആ ഭവനത്തിൽ ഉണ്ടായ തകർച്ചയുടെ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭവനത്തിൽ ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതാ, എല്ലാം നഷ്ടപ്പെട്ടവളായി 2 മരുമക്കളും താനും മാത്രം അവശേഷിച്ചിരിക്കുമ്പോൾ അവൾ കേൾക്കുകയാണ്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു എന്ന്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്നു എന്ന് അവൾ കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി: ഞാൻ മുൻപെടുത്ത തീരുമാനം തെറ്റിപ്പോയി. അതെന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്ക് കാരണമായി, പല വേദനകൾക്ക് കാരണമായി, പല അനർത്ഥങ്ങൾക്ക് കാരണമായി. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക്, എൻ്റെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് അവൾ എടുക്കുന്ന തീരുമാനം. അവൾ അതിന് ഹല്ലേലൂയ പറയുന്നു.
പറയുന്ന റീസൺ ഇതാണ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ കേൾക്കുകയാ. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവസന്നിധിയിൽ അറിയാത്ത തീരുമാനങ്ങൾ എടുത്ത്, ദൈവത്തോട് ചോദിക്കാതെ തീരുമാനമെടുത്ത് പല പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പിന്മാറിപ്പോയവരെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾക്ക് മടങ്ങി വരുവാൻ ദൈവം നൽകുന്ന ഒരു അവസരമുണ്ട്. ആ അവസരം എന്താണെന്നറിയാമോ? എവിടെ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോയോ അവിടെ വെച്ച് ചിലരെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട്, ചിലത് ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് കേൾക്കുമ്പോൾ അത് മടങ്ങി വരവിനുള്ളതായ ഒരു സൂചന എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ പ്രശ്നം കടന്നു വന്നപ്പോൾ, ജീവിതത്തിലെ ദാരിദ്ര്യം കടന്നു വന്നപ്പോൾ, ജീവിതത്തിലെ ക്ഷാമം കടന്നു വന്നപ്പോൾ, ഇനി ബേത്ലഹേം വേണ്ട, മോവാബാണ് നല്ലതെന്ന് പറഞ്ഞ് പോയ നവോമി ഇതാ ഇപ്പോൾ അവരുടെ കണ്ണിൽ, അവരുടെ കാഴ്ചയിൽ പഴയ ബേത്ലഹേം തന്നെയാണ് നല്ലത്. കാരണം യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്നു. അവൾ അത് കേൾക്കുകയാണ്. അവൾ കേട്ടിട്ടെടുക്കുന്ന തീരുമാനം, അവൾ ദൈവസന്നിധിയിൽ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? തിരിച്ച് മടങ്ങിപ്പോകും. കാരണം ഇനി മോവാബ് എനിക്ക് പറ്റിയതല്ല. ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ നന്മയുടെ പുറകെ ഓടിയാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവം നൽകുന്ന നന്മ നിനക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. ലോകത്തിലെ നന്മ ഒരു കാലത്ത് നിനക്ക് ആശ്വാസമാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. ആ നന്മ നിന്നെ വിട്ടുപോകുന്ന ഒരു സമയമുണ്ട്. എന്നാൽ ദൈവം നിനക്ക് ഒരുക്കുന്ന നന്മ, അതെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ചില പ്രത്യാശകൾക്ക് വഴി തുറക്കുന്നതാണ്. ദൈവം എന്റെ രാജാവ് എന്ന് പറഞ്ഞ മനുഷ്യൻ, നവോമി എന്ന വാക്കിന്റെ അർത്ഥം ഡിലൈറ്റ്ഫുൾ എന്ന, സന്തോഷവതിയ, പ്രസന്നവതിയ. പേരൊക്കെ കൊള്ളാം. പക്ഷെ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വന്നപ്പോൾ കർത്താവിനെ ഉപേക്ഷിച്ച് മോവാബിന്റെ പച്ചിപ്പ് തേടി പോകുന്നവരെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നീ മോവാബിൽ എത്തുമ്പോൾ അറിയുന്നത് ബേത്ലഹേമിൽ ദൈവം ചിലത് ചെയ്യുന്നതായിരിക്കും. പലപ്പോഴും പലരും അങ്ങനെയാ. ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലം കടന്നു വരുമ്പോൾ, ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രൈസല കർത്താവിനെ ഉപേക്ഷിച്ച് മോവാബാകുന്ന ലോകത്തിൻ്റെ പച്ചിപ്പ് തേടി പോകുകയും പിന്നീട് അവിടെ വെച്ച് സകലതും നഷ്ടപ്പെട്ടവരായി മടങ്ങി വരുവാൻ ഇടയാകുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്റെ ആത്മീക ജീവിതത്തിൽ ക്ഷാമം കടന്നു വരുമ്പോൾ ലോകമാകുന്ന മോവാബ് നിന്നെ ചില പച്ചിപ്പ് കാണിക്കുമെങ്കിൽ ആ പച്ചിപ്പിനെ തേടി നീ പോകരുത്. വിശ്വസ്തയോടുകൂടി ദൈവത്തിന് വേണ്ടി നിൽക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ തീരുമാനം നാം ഇവിടെ കാണുന്നത് ഓർഫയുടെ തീരുമാനമാണ്. ഒന്ന് നാം കണ്ടത് എലിമലേക്കിന്റെ തീരുമാനമാണെങ്കിൽ, രണ്ട് നവോമിയുടെ തീരുമാനമാണ്. മൂന്നാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ഓർഫ എടുക്കുന്നതായ തീരുമാനം. അതായത് എലിമലേക്ക് മോവാബിൽ ചെന്നു. എലിമലേക്കിൻ്റെ രണ്ട് ആൺമക്കളായിരിക്കുന്ന മഹ്ലോനും കില്ലിയോനും അവിടെ വെച്ച് മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതിലൊരു മരുമകളുടെ പേരാണ് ഓർഫ. ദൈവം എൻ്റെ രാജാവ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഞാൻ പ്രസന്നവതിയാണ്, ഞാൻ ഡിലൈറ്റ്ഫുൾ ആണ്, ഞാൻ സന്തോഷവതിയാണെന്ന് പറഞ്ഞ നവോമി, അവർക്കുണ്ടായ രണ്ട് മക്കളാണ് മഹ്ലോനും കില്ലിയോനും. മഹ്ലോൻ എന്ന വാക്കിന്റെ അർത്ഥം വീക്ക് ഓർ സിക്ക് എന്നാണ്. കില്ലിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയേർഡ് ഓർ ഡൈയിങ്. നോക്കണമേ, ദൈവത്തെ അറിഞ്ഞ് ദൈവം എൻ്റെ രാജാവ് എന്ന് പറഞ്ഞ എലിമലേക്കിനും, ഞാൻ സന്തോഷവതിയാണ്, ഐ ആം ഡിലൈറ്റ്ഫുൾ എന്ന അർത്ഥത്തോടു കൂടിയ പേരുള്ള നവോമിക്കും പിറന്ന രണ്ട് പുത്രന്മാരുടെ പേര്. ഒരുത്തൻ്റെ പേര് മഹ്ലോൻ, വീക്ക് ഓർ സിക്ക്, രോഗിയായിട്ടുള്ള ഒരുത്തനും, രണ്ടാമത് മരിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരുത്തനും. ഞാൻ ഈ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് ചിരിക്കുവാനായിട്ടിടയായി തീർന്നു. എന്തുകൊണ്ടാണ്? മൈ ഗോഡ് ഈസ് കിങ്,
ദൈവം എൻ്റെ രാജാവ് എന്ന് പറഞ്ഞ വ്യക്തിക്കും, ഞാൻ പ്രസന്നവതിയാണ്, സന്തോഷവതിയാണ് എന്ന് പറഞ്ഞ വ്യക്തിക്കും ഉണ്ടായ മക്കളുടെ പേരാണ്, ഒരുത്തൻ്റെ പേര് രോഗി, ഒരുത്തൻ്റെ പേര് ഡൈങ്. ആ പേര് പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. ഇരുവരും മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതിലൊരുത്തിയുടെ പേരാണ് ഓർഫ. ഇവിടെ 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓർഫയുടെ തീരുമാനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുക്കുന്ന പ്രകാരം മോവാബ് ദേശത്ത് വെച്ച് നവോമി കേട്ടിട്ട് തൻ്റെ മരുമക്കൾ ഇരുവരോടും കൂടെ പുറപ്പെട്ട് മോവാബ് വിടുവാനായിട്ട് തീരുമാനിച്ചതായ നവോമി. ആ നവോമി അങ്ങനെ പോകുവാൻ എടുത്ത തീരുമാനത്തിന് ശേഷം തൻ്റെ മരുമക്കളായ ഇരുവരോടും പറയുകയാണ്. അവരോട് എന്ത് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ താൻ്റെ പട്ടണത്തിലേക്കും താൻ്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. അവിടെ നവോമി പറയുന്നതാണ് ഇപ്രകാരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 11-12 ഒക്കെ വാക്യം വായിക്കുമ്പോൾ, എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. എന്തിന് എന്നോട് കൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനിയും എൻ്റെ ഉദരത്തിൽ പുത്രന്മാരില്ല. അല്ല, അങ്ങനെ ഒരു ആശയുണ്ടായിട്ട് ഈ രാത്രി ഞാൻ ഒരു പുരുഷന് ഭാര്യയായിരുന്നു ആ മക്കളെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുമ്പോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? ഞാൻ വളരെയധികം ചിന്തിക്കുവാനിടയായി തീർന്ന ഒരു ഭാഗമാണിത്. കാരണം ഒന്ന്, ഇതൊരു യഹൂദ സ്ത്രീ ജാതീയ സ്ത്രീകളോട് പറയുന്നതായ കാര്യങ്ങളാണ്. അതായത് യഹൂദ മായമ്മ തനിക്ക് ലഭിച്ച ജാതീയമായ മരുമക്കളോട് പറയുന്നതായ ഒരു കാര്യമാണ്. നമുക്കറിയാം, യഹൂദ സ്ത്രീ ആയിരിക്കുന്ന നവോമി ആരാധിക്കുന്നത് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവചരാചരങ്ങളുടെ ഉടയവനായിരിക്കുന്ന യഹോവയാം ദൈവത്തെ ആരാധിക്കുന്ന സ്ത്രീയാണ്. അങ്ങനെ ജീവനുള്ളതായ ദൈവത്തെ ആരാധിക്കുന്ന സ്ത്രീ ആയിരിക്കുന്ന നവോമിക്ക് എങ്ങനെ തൻ്റെ മരുമക്കളോട്, ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതായ തൻ്റെ മരുമക്കളോട്, യഹൂദ കുടുംബത്തോട് ജോയിൻ്റ് ആയ മരുമക്കളോട്, യഹൂദ മതത്തിലേക്ക് പ്രോസ്ലേറ്റ് ചെയ്യപ്പെട്ടതായ ഈ യുവതികളോട് എങ്ങനെ പറയുവാനായിട്ട് കഴിയും? മടങ്ങിപ്പോകുവീൻ. അവൾ പറയുന്ന റീസൺ ഒന്നാമതിതാ, ഇനിയും നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ തരുവാൻ എനിക്ക് കഴിയത്തില്ല. രണ്ടാമതായിട്ട് അവളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇനി ഭർത്താക്കന്മാരെ എടുക്കാതിരിക്കുമോ? അവൾ അങ്ങനെ പല ചോദ്യങ്ങൾ, പല റീസണുകൾ അവരുടെ മുമ്പിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? എൻ്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായിരിക്കും. 3-4 കാര്യങ്ങളാണ് നവോമി അവിടെ പറയുന്നത്. ഒന്ന് പറയുന്നത്, ഇനിയും ഇനിയും ഭർത്താക്കന്മാരായിരിക്കുവാൻ, നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കുവാൻ എൻ്റെ ഉദരത്തിൽ ആരില്ല, ഇനിയും പുത്രന്മാരില്ല. രണ്ടാമതായിട്ട് അവൾ പറയുന്നത്, നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? മൂന്നാമതായിട്ട് പറയുന്നു, യഹോവയുടെ കൈ എന്ത് ചെയ്തിരിക്കുന്നു? എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാൽ. 13-ാമത്തെ വാക്യത്തിൽ നവോമി പറയുന്നതിലൂടെ ഒരു കാര്യം നവോമി വ്യക്തമാക്കുന്നു. താനും കുടുംബവും മോവാബ് ദേശത്തേക്ക് പരദേശിയായി പോകുവാൻ എടുത്ത തീരുമാനം അമ്പേ പരാജയമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് നവോമി ഇവിടെ പറയാതെ പറയുന്നത്, സർവശക്തൻ യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാൽ. പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറി അനേക കാലങ്ങൾ അകലെ ചെന്ന് കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ചില ദൈവത്തെ പിൻപറ്റാതെ, ദൈവത്തോട് പറ്റിച്ചേരാതെ അകന്നു പോകുമ്പോൾ, ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ
പലപ്പോഴും പ്രൈസലം നമുക്ക് മനസ്സിലാകുന്നത് യഹോവയുടെ കരം എനിക്കെന്ത് ചെയ്തിരിക്കുന്നു, വിരോധമായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മടങ്ങിപ്പോകണം. അങ്ങനെ മടങ്ങിപ്പോകണം എന്നുള്ളതായ ആഹ്വാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓർഫ ഒരു തീരുമാനമെടുത്തു. ഓർഫ എടുത്ത തീരുമാനം, അവൾ എന്ത് ചെയ്തു, അമ്മായിയമ്മയെ ചുംബിച്ച് തൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാനായിട്ടിടയായി തീർന്നു. നമ്മുടെ ലൈഫിലും ഇതാണ്. അമ്മായിയമ്മയുടെ ആഹ്വാനപ്രകാരം തൻ്റെ സ്വന്തം ദേശത്തേക്കും തൻ്റെ സ്വന്തം ദേവന്മാരുടെ ഇടയിലേക്കും ചാർച്ചക്കാരുടെ ഇടയിലേക്കും മടങ്ങിപ്പോകുവാൻ ഓർഫ എടുത്ത തീരുമാനമാണ് മൂന്നാമത്തെ തീരുമാനം. ഓൾസോ ഇൻ ദിസ് സ്ക്രിപ്ചർ പോർഷൻ വി ക്യാൻ സീ there are some cleavers, kissers and cleavers. ചുംബിക്കുന്നവരും ചേർന്ന് നിൽക്കുന്നവരുമായ ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? She went back her former condition. She kissed her mother-in-law and went back her former condition. In the life of us, നമുക്ക് നമ്മുടെ ജീവിതത്തിലും കാണുവാൻ കഴിയും, there are some kissers and cleavers also. ഇവിടെ എന്താണ്? ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് തൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാനായി എടുത്തതായ തീരുമാനം. നോക്കണമേ, എലിമലേക്ക് മോവാബിലേക്ക് പോകുവാൻ എടുത്ത തീരുമാനം, നവോമി യെരുശലേമിലേക്ക് മടങ്ങി വരുവാൻ എടുത്ത തീരുമാനം. ഓർഫ എന്താണ് ചെയ്തത്? തൻ്റെ she went back her former condition. Praise the Lord. അവളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ഓർഫ എടുക്കുന്നതായ തീരുമാനം. ഓർഫ എന്ന വാക്കിൻ്റെ അർത്ഥം ഗസൽ എന്ന. Praise the Lord. Hallelujah. അവൾ എടുത്ത തീരുമാനം, I don't want to stay with this Jewish family. I wanted to go back. So she took that decision. She went back. Praise the Lord. She went back her former condition. അവളുടെ പഴയകാല ജീവിതത്തിലേക്ക് അവൾ മടങ്ങിപ്പോകുവാൻ എടുത്ത തീരുമാനമാണ് ഓർഫയുടെ തീരുമാനം. അടുത്ത തീരുമാനം ആരുടെ തീരുമാനമെന്നറിയാമോ? രൂത്തിൻ്റെ തീരുമാനമാണ്. ദൈവവചനം പഠിക്കുമ്പോൾ രൂത്ത് made a decision to cleave her mother-in-law. Praise the Lord. Ruth made a decision to cleave with her mother-in-law. അവളുടെ അമ്മായിയമ്മയുമായിട്ട് പറ്റി നിൽക്കുവാൻ രൂത്ത് എടുത്തതായ തീരുമാനമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ പൗലോസ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഒരു കാലത്ത് നിങ്ങൾ ദൈവത്തെ അറിയാത്തവരും വിശേഷാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തെ അറിയാതെ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമായി ജീവിച്ചിടത്ത് നിന്ന് ദൈവം തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് ദൈവ മക്കളാക്കി തീർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മടങ്ങിപ്പോകുവാൻ നമുക്കൊരു കാരണവുമില്ല. നമുക്ക് ദൈവത്തോട് പറ്റിച്ചേരുവാനാണ് കാരണം. രൂത്ത്, നമുക്കറിയാം, രൂത്ത് she was a Gentile woman. അവൾ മോവാബിയ സ്ത്രീയായ ഒരു ജാതീയ സ്ത്രീയായിരുന്നു. നിങ്ങൾക്കറിയണമോ? പ്രൈസ് ദി ലോർഡ്. അവൾ when she proselyted to the Jewish community, when she came to know the Jehovah God, then she took, I will cleave with my mother-in-law. Praise the Lord. അവൾ ഒരു തീരുമാനമെടുത്തു. താൻ ആരാധിച്ചു കൊണ്ടിരുന്നതായ ചീമോഷിനെ, താൻ ആരാധിച്ചു കൊണ്ടിരുന്നതായ മോവാബിയ വിഗ്രഹങ്ങളെ വിട്ടിട്ട് സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയുടെ പാദത്തിലേക്ക് അവൾ കടന്നു വരുവാനിടയായിത്തീരുന്നു. അങ്ങനെ കടന്നു വന്നതായ പ്രൈസ് ദി ലോർഡ് രൂത്ത് പറയുകയാണ്, എൻ്റെ സഹോദരി ഓർഫ തിരിഞ്ഞു പോയാലും ഞാൻ അറിഞ്ഞ ദൈവത്തിനു വേണ്ടി ഞാൻ നിൽക്കുവാൻ ഇടയായി തീരുമെന്ന് പറഞ്ഞ് രൂത്ത് എന്ത് ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ് അമ്മായിയമ്മയോട് പറ്റിച്ചേരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ നമുക്കുണ്ടാകേണ്ടത് ഇതാണ്.
വിട്ടുപോർന്നതിലേക്ക് മടങ്ങിപ്പോകുവാനല്ല, ദൈവത്തോട് കൂടുതൽ പറ്റിച്ചേരുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. നാം ഉപേക്ഷിച്ചു വന്നതിനെ മടങ്ങിപ്പോയി എടുക്കുവാൻ പിന്നെയും നമുക്ക് പ്രേരണയുണ്ടാകും. എന്നാൽ അതിന് നമ്മൾ ഇടം കൊടുക്കാതെ ദൈവത്തോട് പറ്റിച്ചേരുന്നവരായിരിക്കണം. ദൈവത്തോട് പറ്റിച്ചേർന്ന് രൂത്ത് തൻ്റെ അമ്മായിയമ്മയോട് പറ്റിച്ചേർന്നതുപോലെ പ്രൈസ് ദി ലോർഡ് ദൈവത്തോട് പറ്റിച്ചേരുവാൻ നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിസിഷൻ ടേക്കൺ ബൈ ബോബസ്. അതായത് അവസാനത്തെ തീരുമാനം എടുക്കുന്നത് ആരാന്നറിയാമോ? ബോബസ് ആണ്. ബോബസ് എടുത്ത തീരുമാനം ജാതീയ സ്ത്രീ ആയിരിക്കുന്ന രൂത്തിനെ വീണ്ടെടുക്കുവാൻ എടുക്കും എന്നുള്ളതായ തീരുമാനമാണ്. 4-ാം അധ്യായം 9-10 വാക്യം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നാം കാണുന്നത് രൂത്തിനെ വീണ്ടെടുക്കുവാൻ ബോബസ് എന്ന് പറയുന്നതായ വീണ്ടെടുപ്പുകാരൻ തയ്യാറാകുകയാണ്. നോക്കണമേ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം ഇവിടെ സംഭവിക്കുകയാണ്. Bobas is ready to redeem, praise the Lord, the property of Elimelech. Praise the Lord. എലിമലേക്കിൻ്റെ സമ്പത്തിനെ മുഴുവൻ പ്രൈസ് ദി ലോർഡ് വീണ്ടെടുക്കുവാനായിട്ട് ബോവസ് എന്ത് ചെയ്യുന്നു? തയ്യാറാകുന്നു. അതുമാത്രമല്ല, he is ready to redeem the Jewish the Moabite woman Ruth. Praise the Lord. മോവാബിയ സ്ത്രീ ആയിരിക്കുന്ന രൂത്തിനെ കൂടെ വീണ്ടെടുക്കുവാൻ പ്രൈസ് ദി ലോർഡ് 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യം ഒന്ന് വായിച്ചാട്ടെ. രൂത്തിന്റെ പുസ്തകം 4-ന്റെ കണ്ടോ? പ്രൈസ് ദി ലോർഡ്. വീണ്ടെടുപ്പുകാരനായിരിക്കുന്നതായ ബോബസ് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന 4-ന്റെ 9-10 പറയുന്നത് അവൻ ഇപ്രകാരമാണ്: എലിമലേക്കിനുള്ള സകലത്തും മഹ്ലോനും കില്ലിയോനുമുള്ള സകലതിനെയും ഞാൻ എന്തു ചെയ്യും? വീണ്ടെടുക്കുവാൻ തയ്യാറാ. അതുമാത്രമല്ല, മരിച്ചവരവൻ്റെ പേർ അവൻ്റെ നിലത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോന്റെ ഭാര്യ മോവാബി സ്ത്രീ ആയിരിക്കുന്ന രൂത്തിനെയും ഞാൻ വീണ്ടെടുക്കും എന്നൊരു പ്രഖ്യാപനം അവിടെ നടക്കുക. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓർക്കണം, അതുവരെ ഹല്ലേലൂയ ന്യായപ്രമാണ പ്രകാരം യഹൂദന്റെ വീണ്ടെടുപ്പ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഹല്ലേലൂയ ന്യായപ്രമാണത്തിന് ഒരു ജാതിയുടെ വീണ്ടെടുപ്പ് പറയുമ്പോൾ ഇതാ കർത്താവിനെ പ്രതിനിധീകരിക്കുന്നതായ ബോബസ് ജാതീയ സ്ത്രീ ആയിരിക്കുന്ന രൂത്തിനെ വീണ്ടെടുക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, സഹോദരൻ ശവക്കുഴി കാണാതിരിക്കേണ്ടതിന്, അവൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് കൊടുക്കുവാനോ അവൻ്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് ഒരു നാളും സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് എഴുതി വച്ചിടത്ത് ഇതാ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ബോബസ് എന്ന് പറയുന്ന വീണ്ടെടുപ്പുകാരൻ പ്രൈസ് ദി ലോർഡ് എലിമലേക്കിനും അവനുള്ളതിനെയും രൂത്തിനെയും വീണ്ടെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ കാൽവറിയിലേക്ക് കടന്നു വന്ന് കാൽവറിയിൽ അവൻ പരമയാഗമായി തീർന്ന് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരകനായി കാൽവറിയിൽ മരിച്ച് പണ്ടുകള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു പ്രൈസ് ദി ലോർഡ് അവൻ ഹല്ലേലൂയ ജാതികളായിരുന്ന നമ്മെ ഇസ്രായേൽ പൗരതയോട് സംബന്ധമുള്ളവരാക്കുന്നതിന് വേണ്ടി ഒരു വലിയ വീണ്ടെടുപ്പ് വില അവൻ കാൽവറിയിൽ കൊടുത്തു. ആ വീണ്ടെടുപ്പ് വിലയുടെ മുഖാന്തരമാണ് ഞാനും നിങ്ങളും എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ദൈവമക്കളായി തീർന്നിരിക്കുന്നത്. ഒന്നാമത് നാം കണ്ട ഡിസിഷൻ ഹല്ലേലൂയ എലിമേലേക്ക് എടുത്തതായ തീരുമാനം. രണ്ടാമത് നാം കണ്ടതായ തീരുമാനം നവോമി ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകുവാൻ ആഗ്രഹിച്ചെടുക്കുന്നതായ തീരുമാനം. മൂന്നാമത് ഓർഫ എടുക്കുന്ന തീരുമാനം തൻ്റെ ഹല്ലേലൂയ കുടുംബത്തിലേക്കും തൻ്റെ
കുലത്തിലേക്കും മടങ്ങിപ്പോകുവാൻ ഓർഫ എടുത്തതായ തീരുമാനം. അടുത്തതായിട്ട് നാം കാണുന്ന തീരുമാനം രൂത്തിൻ്റെ തീരുമാനമാണ്. തൻ്റെ അമ്മായിയമ്മയോട്, അല്ലെങ്കിൽ താൻ അറിഞ്ഞതായ, താൻ പ്രോസിലേറ്റഡ് ആയതായ ജൂവിഷ് കമ്മ്യൂണിറ്റിയോട്, ജൂവിഷ് ഫാമിലിയോട് ചേർന്ന് നിൽക്കുവാൻ അവൾ എടുത്തതായ തീരുമാനം. നാലാമത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ഈസ് ടേക്കൺ ബൈ ബോബസ് ആണ്. ബോബസ് എടുത്തതായ തീരുമാനമാണ്. വെരി ഫസ്റ്റ് വി ഹാവ് സീൻ ദ ഡിസിഷൻ ടേക്കൺ ബൈ എലിമലേക്ക്. ദ സെക്കൻഡ് ഡിസിഷൻ ഈസ് ടേക്കൺ ബൈ നവോമി. വാട്ട് വാസ് ഹെർ ഡിസിഷൻ? ടു വെൻ ബാക്ക് ദ ബേത്ലഹേം. Third decision we are seeing Orpha's decision. Fourth decision taken by Ruth. Ruth, what she made a commitment. She took the decision to cleave with her mother-in-law. The fourth and final decision, fifth and final decision is taken by Boaz, praise the Lord, to redeem the Gentile woman Ruth. Praise the Lord, hallelujah. ഇങ്ങനെ 4 ഡിസിഷനുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം